السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. അൽഹംദുലില്ലാ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വലിയൊരു അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം അർക്കാനുൽ ഈമാൻ കാര്യങ്ങളിലെ അർക്കാനുകളെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും അത്തരത്തിലൊരു സദസ്സിൽ പങ്കെടുക്കാനും സാധിച്ചു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളുടെ ഇരുത്തവും പഠനവും സമയം ചിലവഴിക്കലുമെല്ലാം ഒരു സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അർക്കാനുൽ ഈമാനിൻ്റെ അവസാന റുക്നാണ് അൽ ഈമാനു ബിൽ ഖദർ, വിധിയിൽ വിശ്വസിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞ ഈമാനിൻ്റെ 6 റുക്നുകളിൽ അവസാനത്തേത് അൻ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി, ഖദറിൽ വിശ്വസിക്കുക, അതിൻ്റെ നന്മയിലും തിന്മയിലും. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പഠനം നമുക്ക് നൽകുന്ന ഉപകാരം ചെറുതല്ല. നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന, അനുഭവിക്കേണ്ടി വരുന്ന വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ, അതിലൊക്കെ തരണം ചെയ്യാനും മറികടക്കാനും സ്ഥായിയായി നിലകൊള്ളാനുമൊക്കെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വാസമാണ് അൽ ഈമാനു ബിൽ ഖദർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് ശരിയായ അഹ്ലുസുന്നയുടെ വിശ്വാസം എപ്രകാരമാണ് എന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ളത്. ഏത് വിഷയത്തിലും പല പിഴച്ച കക്ഷികളും പിഴച്ചു പോയിട്ടുണ്ട് എന്നതുപോലെ തന്നെ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ടും പല കക്ഷികൾക്കും പിഴവ് പറ്റിയിട്ടുണ്ട്. നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഇസ്ലാമിൽ നിന്ന് പിഴച്ചുപോയ ഒരു കക്ഷിയാണ് മുഅ്തസിലി വിഭാഗം. അവർ ഈ ഖദറിനെ നിഷേധിച്ച ഖദരിയാക്കൾ എന്നറിയപ്പെടുന്ന ആളുകളാണ്. മാത്രമല്ല, ഇതിൽ പിഴച്ചുപോയ മറ്റൊരു കക്ഷികളാണ് ജബരിയാക്കൾ എന്നറിയപ്പെടുന്നവർ. സഹോദരങ്ങളെ, ഇതെന്തുകൊണ്ട് ഇതിൻ്റെ ആരംഭത്തിൽ സൂചിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, റബ്ബിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് മഹാന്മാരായ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ എന്തു പറഞ്ഞു എന്ന് കൃത്യതയോടുകൂടെ മനസ്സിലാക്കി അത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യാൻ അവസരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെ നമ്മളിത് ശ്രദ്ധിക്കുകയും പഠിക്കുകയും ഈ പഠനം തുടർന്നു പോവുകയും ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൗ അന്നല്ലാഹ അദ്ദബ അഹ്ല സമാവാതിഹി വഅഹ്ല അർദിഹി അദ്ദബഹും വഹുവ ഗൈറു ളാലിമിൻ ലഹും. ഈ ആകാശത്തിലും ഭൂമിയിലുമുള്ള ആളുകളെ റബ്ബെങ്ങാനും ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ
ഒരക്രമവും കൂടാതെ റബ്ബിനവരെ ശിക്ഷിക്കാൻ സാധിക്കും. നമ്മളൊക്കെ ചെയ്തു വച്ചിട്ടുള്ള തിന്മകളുടെ ആധിക്യം അത് മാത്രം മതി റബ്ബ് സുബ്ഹാനഹു വ തആല ഒരക്രമവും നമ്മോട് ചെയ്യാതെ നമ്മെ ശിക്ഷിക്കാൻ മാത്രമല്ല ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലൗ റഹിമഹും കാനത് റഹ്മതുഹു ഖൈറൻ ലഹും മിൻ അഅമാലിഹിം. ഇനി എങ്ങാൻ റബ്ബ് നമുക്ക് അനുഗ്രഹം ചൊരിഞ്ഞു നൽകിയിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾക്ക് നാം ചെയ്തു വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങളെക്കാൾ എത്രയോ വലുതാണ്. അല്ലേ? ഉലമാക്കൾ പറയാറുള്ളത് പോലെ നമ്മളുടെയൊക്കെ പ്രവർത്തനങ്ങൾ കണക്കാക്കി അതിന് പ്രതിഫലം നിശ്ചയിച്ച് അതിനനുസൃതമായി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നമ്മളെന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ അപാരമായ റഹ്മത്ത് കൊണ്ട് മൂടിയാലല്ലാതെ ഒരാൾക്കും തങ്ങളുടെ കേവലമായ പ്രവർത്തനങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ നമുക്കൊക്കെ നമ്മളുടെ പ്രവർത്തനങ്ങൾ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിക്കാൻ നിശ്ചയിച്ചിട്ടുള്ള കേവല കാരണങ്ങളാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ളത് നമ്മളുടെ അബദ്ധമാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കുക, റബ്ബെങ്ങാനും ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ റബ്ബിന് നമ്മളുടെ പ്രവർത്തനങ്ങൾ തന്നെ മതിയായതാണ്, നമ്മൾ വരുത്തിയ വീഴ്ചകൾ തന്നെ മതിയായതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല ശേഷം അവിടുന്ന് പഠിപ്പിക്കുന്നു, വലൗ അൻഫഖ്ത മിത്ല ഉഹുദിൻ ദഹബൻ ഫീ സബീലില്ലാഹി മാ ഖബിലഹു അല്ലാഹു മിൻക ഹത്താ തുഅ്മിന ബിൽ ഖദർ. ഒരു ഉഹദ് മലയോളം സ്വർണ്ണമുണ്ട്, നീ അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചു, പക്ഷേ ഖദറിലുള്ള വിശ്വാസം നിന്റെ കൃത്യമല്ല, നിന്നിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. മറ്റു പല വിശ്വാസങ്ങളിലും നമ്മൾ കൃത്യത പാലിച്ചു, പക്ഷേ ഖദറിലുള്ള വിശ്വാസം കൃത്യമായില്ല. അതിനെ നിഷേധിച്ചാൽ നമ്മൾ ചിലവഴിക്കുന്ന സ്വർണ്ണ കൂമ്പാരങ്ങളൊക്കെ നാളെ പരലോകത്ത് വൃഥാവിലായി പോകും, അത് പാഴായി പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. അതുകൊണ്ടാണ് പക്ഷെ നമ്മളൊക്കെ കേട്ടിട്ടുള്ള സംഭവമാണ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇത്തരക്കാരെ കണ്ടു കഴിഞ്ഞാൽ, അഥവാ ഖദരിയാക്കൾ ആദ്യമായി സമൂഹത്തിൽ ഉടലെടുത്തപ്പോൾ ആ വിവരം മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ ധരിപ്പിക്കപ്പെട്ടപ്പോൾ ഇങ്ങനെ ചില ആളുകൾ സമൂഹത്തിൽ ഉടലെടുത്തിട്ടുണ്ട് എന്ന വിഷയം അദ്ദേഹത്തോട് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം, ഫഇൻ ലഖീത ഉലൈക ഫഅഖ്ബിർഹും അന്നി ബരീഉൻ മിൻഹും വഅന്നഹും ബുറാഉ മിന്നി. അവരെ കണ്ടാൽ പറഞ്ഞേക്ക്, ഞാൻ അവരുമായി യാതൊരു ബന്ധവുമില്ല, അവർക്ക് ഞാനുമായും യാതൊരു ബന്ധവുമില്ല എന്നവരെ അറിയിച്ചേക്ക്. വല്ലദീ യഹ്ലിഫു ബിഹി അബ്ദുല്ലാഹി ഇബ്നു ഉമർ ലൗ അന്ന ലിഅഹദിഹിം മിത്ല ഉഹുദിൻ ദഹബൻ. നേരത്തെ പറയുന്നത് പോലെ തന്നെ ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയും, അവരുടെ പക്കലെങ്ങാൻ ഒരു ഉഹദ് മലയോളം സ്വർണ്ണമുണ്ടായി, എന്നിട്ട് അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ അവർ ചിലവഴിച്ചു. മാ ഖബിലല്ലാഹു മിൻഹു ഹത്താ യുഅ്മിന ബിൽ ഖദർ. ഖദറിൽ വിശ്വസിക്കുന്നതുവരെ അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഖദറിലുള്ള വിശ്വാസം അത് നമ്മളുടെ പരലോക വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വാസമായി നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചത് റബ്ബാണ് എങ്കിൽ, ഇവിടെ നടക്കുന്ന സകല കാര്യങ്ങളെ സംബന്ധിച്ചും നിയന്ത്രിക്കുന്നത് റബ്ബാണ് എങ്കിൽ, ആ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം റബ്ബ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതും, അതുപോലെ തന്നെ അതെല്ലാം റബ്ബിന്റെ ഇൽമിലുണ്ട് എന്നുള്ളതുമെല്ലാം ഇതിന്റെ പരിധിയിൽ വരുന്ന വിശ്വാസങ്ങളാണ്. അതാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള നോട്ടിൽ ഇതുമായി ബന്ധപ്പെട്ടതിന്റെ അർക്കാനുകളെ സംബന്ധിച്ചാണ് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിന്റെ കുറച്ച് കാര്യങ്ങൾ ആ കിതാബിൽ നിന്ന് നമുക്ക് വായിക്കാം. അൽ ഈമാനു ബിൽ ഖദ്രി യതദമ്മനു അർബഅത ഉമൂർ. ഷെയ്ഖ് റഹിമഹുല്ലാഹ് പറയുകയാണ്, ഈ ഖദറിലുള്ള വിശ്വാസം 4 കാര്യങ്ങളെയാണ് ഉൾക്കൊള്ളുന്നത്. അതിലൊന്ന് അൽ ഈമാനു
بأن الله تعالى علم بكل شيء جملة وتفصيلا. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും സൂക്ഷ്മമായും വിശദമായും റബ്ബിനറിയാം. ഇങ്ങനെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഈമാനിന്റെ മറാത്തിബുകളിൽ ഒന്നാമത്തേത്. അസലൻ വ അബദൻ, അതിന് തുടക്കമോ ഒടുക്കമോ ഇല്ല. ഇവിടെ സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും റബ്ബ് മുൻപേ അറിഞ്ഞതാണ്. ആ കാര്യങ്ങളെ സംബന്ധിച്ച് റബ്ബ് തുടർന്നും അറിയാം. റബ്ബിനെ ഈ അറിവ് തുടക്കമോ ഒടുക്കമോ ഇല്ലാത്തതാണ്. സവാഉൻ കാന ദാലിക മിമ്മാ യതഅല്ലഖു ബിഅഫ്ആലിഹി ഔ ബിഅഫ്ആലി ഇബാദിഹി, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാവട്ടെ, അവന്റെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാവട്ടെ, അതെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അറിവുണ്ട് എന്ന് വിശ്വസിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഅ്തസിലിയാക്കളിൽപ്പെട്ട ഹുലാത്തുകൾ അഥവാ അതിൽ പിഴവിൽ അങ്ങേയറ്റം പോയ ആളുകൾ, അവർ ഈ ഒരു വിശ്വാസത്തെ നിഷേധിക്കുന്ന ആളുകളാണ്. രണ്ടാമത്തേത് അൽ ഈമാനു ബി അന്നല്ലാഹ ഖദ് കതബ ദാലിക ഫിൽ ലൗഹിൽ മഹ്ഫൂസ്. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അറിയാം ഈ ലോകത്ത് നടക്കാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും റബ്ബിനറിയാം. ആ കാര്യങ്ങളെല്ലാം ലൗഹുൽ മഹ്ഫൂദിൽ റബ്ബ് സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പേനയെ സൃഷ്ടിക്കുകയും ആ പേനയോട് റബ്ബ് എഴുതാൻ ആവശ്യപ്പെടുകയും ആ പേന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം മുഴുവൻ കാര്യങ്ങളെയും രേഖപ്പെടുത്തുകയും ചെയ്തു എന്നത് ഹദീസുകളിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതാണ് രണ്ടാമത്തെ മർത്തബ. മൂന്നാമത്തേത് അൽ ഈമാനു ബി അന്ന ജമീഅൽ കായിനാത്ത് ലാ തകൂനു ഇല്ലാ ബിമശിയത്തില്ലാഹി തആല. ഈ ലോകത്ത് സംഭവിക്കുന്നതായ മുഴുവൻ കാര്യങ്ങളും അതെല്ലാം റബ്ബിന്റെ മശിയത്തിന്റെ പ്രകാരമാണ്, റബ്ബിന്റെ ഉദ്ദേശത്തിനനുസരിച്ചാണ്. റബ്ബ് ഉദ്ദേശിക്കുന്നത് പ്രകാരം നടക്കുന്നതാണ്. ഈ ലോകത്ത് സംഭവിക്കുന്ന ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും റബ്ബ് ഉദ്ദേശിക്കുന്നതിനനുസരിച്ച് നടക്കുന്നതാണ്. സവാഉൻ കാനത് മിമ്മാ യതഅല്ലഖു ബിഫിഅലിഹി ഔ മിമ്മാ യതഅല്ലഖു ബിഫിഅലിൽ മഖ്ലൂഖീൻ. അത് റബ്ബിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാവട്ടെ, സൃഷ്ടികളായ നമ്മളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാവട്ടെ, അതെല്ലാം സംഭവിക്കണമെങ്കിൽ റബ്ബ് ഉദ്ദേശിക്കേണ്ടതുണ്ട്. റബ്ബ് ഉദ്ദേശിച്ചത് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ. ഇതാണ് മൂന്നാമത്തെ റുക്ന്, ഈ മർത്തബയുടെ മൂന്നാമത്തെ മർത്തബയായി പണ്ഡിതന്മാർ എന്ന് പറയുന്നത്. നാലാമത്തേത് അൽ ഈമാനു ബി അന്ന ജമീഅൽ കായിനാതി മഖ്ലൂഖത്തുൻ ലില്ലാഹി തആല. ഈ ലോകത്ത് കാണുന്ന സർവ്വചരാചരങ്ങളും മുഴുവൻ ചരാചരങ്ങളും അതെല്ലാം റബ്ബിന്റെ സൃഷ്ടിജാലങ്ങളാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചവയാണ്. ബിദവാതിഹാ വസിഫാതിഹാ വഹറകാതിഹാ, നമ്മളാ കാണുന്നതിന്റെ സത്തയായിക്കൊള്ളട്ടെ, അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള വിശേഷണങ്ങളായിക്കൊള്ളട്ടെ, അതിന്റെ ചലനക്രമങ്ങളായിക്കൊള്ളട്ടെ, എല്ലാം അതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിന്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കേണ്ടതുണ്ട്. ഇതാണ് 4 കാര്യങ്ങളായി ഉലമാക്കൾ നമ്മോട് പഠിപ്പിച്ചു നൽകുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുള്ള ഒന്നായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് തവണ ആവർത്തിച്ച് നമ്മൾ കേട്ടിട്ടുള്ള ഒന്നായിരിക്കും അൽ ഖദാഉ വൽ ഖദർ എന്നുള്ളത്. അൽ ഈമാനു ബിൽ ഖദാഇ വൽ ഖദർ, അല്ലെ, ഖദായിലും ഖദറിലും വിശ്വസിക്കുക എന്നും. ഇവിടെ നമ്മൾ പറഞ്ഞ 4 കാര്യങ്ങളും ഈ 2 പദങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഖദാ എന്ന് പറഞ്ഞാൽ? എന്താണ് യഥാർത്ഥത്തിൽ ഖദർ എന്ന് പറഞ്ഞാൽ? മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഖദാ എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കലിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഖദർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ സംബന്ധിച്ച് കണക്കാക്കുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു കാര്യത്തെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ ഈ പറയപ്പെട്ട ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അഥവാ ആ സൃഷ്ടിക്കപ്പെട്ട കാര്യത്തിന്റെ ഇൽമ് അള്ളാഹുവിന്റെ അടുക്കലുണ്ട്. ആ സൃഷ്ടിക്കപ്പെട്ട കാര്യം റബ്ബ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്.
ആ സൃഷ്ടിക്കപ്പെട്ട കാര്യം റബ്ബുദ്ദേശിച്ചപ്പോഴാണ് സൃഷ്ടിക്കപ്പെട്ടത്. റബ്ബുദ്ദേശിച്ചതോടുകൂടെ അത് ഉണ്ടായി തീർന്നിരിക്കുന്നു. ഈ 4 ഘട്ടങ്ങളും അവിടെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഈ 4 ഘട്ടങ്ങളുമാണ് ഈ അൽ ഖദാ വൽ ഖദർ എന്നതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. അഥവാ ഖദാ എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കൽ, ഖദർ എന്ന് പറഞ്ഞാൽ കണക്കാക്കൽ. കണക്കാക്കൽ എന്തൊക്കെയാണ് പെടുക? 2 കാര്യങ്ങളാണ്. ഒന്ന് ഇൽമും മറ്റൊന്ന് കിതാബത്തും. അഥവാ റബ്ബിന് സകലതും അറിയാം എന്ന ഒന്നാമത്തെ റുക്നും, ആ അറിയുന്ന കാര്യങ്ങൾ റബ്ബ് പേനയെ സൃഷ്ടിക്കുകയും എഴുതാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞ 2 കാര്യങ്ങൾ. ഇത് രണ്ടുമാണ് ഖദറിൽ ഉൾക്കൊള്ളുന്നത്. ഖദായിൽ ഉൾക്കൊള്ളുന്നത് റബ്ബ് ഇത് എപ്പോഴാണോ സംഭവിക്കേണ്ടത് ആ സമയത്ത് റബ്ബ് ഉദ്ദേശിക്കുകയും അതിനനുസൃതമായി അത് സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് ഖദായിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ശരിക്കും ഇതിന്റെ പ്രവർത്തനം പരിഗണിച്ചിട്ടാണെങ്കിൽ അൽ ഖദ്റു വൽ ഖദാഉ എന്നാണ് പറയേണ്ടത്. കാരണം ആദ്യം സംഭവിക്കുന്നത് എന്താണ്? ഖദറാണ്, കണക്കാക്കലാണ്. ശേഷമാണ് ഖദാഉ സംഭവിക്കുന്നത്. കാരണം ആദ്യം ഇൽമും കിതാബത്തും സംഭവിച്ചു, ശേഷമാണ് മശീഅത്തും ഖൽഖും ഉണ്ടാവുന്നത്, സൃഷ്ടിപ്പും ഉണ്ടാവുന്നത്. ഇതാണ് അൽ ഖദ്റു വൽ ഖദാഉ അല്ലെങ്കിൽ അൽ ഖദാഉ വൽ ഖദ്റു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് പണ്ഡിതന്മാർ ഈ വിഷയത്തെ നമുക്ക് ലഘുവായി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞു നൽകുന്നത്, ഒരു വ്യക്തി അദ്ദേഹം ഒരു വസ്ത്രം തയ്ക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഒരു വസ്ത്രം തയ്ക്കാൻ ഉദ്ദേശിക്കുകയാണ്, ഒരു ജുബ്ബയോ ഒരു ഷർട്ടോ, അതല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു വീട് പണിയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അയാളിലൂടെ ഈ പറയപ്പെട്ട 4 ഘട്ടങ്ങളും കടന്നു പോകും അല്ലേ? ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതറിയാവുന്ന വ്യക്തിയായിരിക്കും ഇതിന് മുൻകൈ എടുക്കുക. ഈ വീട് പണിയാനറിയുന്ന മനുഷ്യനായിരിക്കും പണിയണമെന്ന് ആഗ്രഹിക്കുക. അയാൾക്ക് ഇൽമുണ്ടായിരിക്കും ആ വിഷയത്തെ സംബന്ധിച്ച്. രണ്ടാമത്തത്, ഇത് ഇയാള് പ്ലാൻ ചെയ്യും. കിതാബത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. ഇയാൾ എന്ത് ചെയ്യും? താൻ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന, പണിയാൻ ഉദ്ദേശിക്കുന്ന വീടിനെ സംബന്ധിച്ചൊരു പ്ലാൻ ഉണ്ടാക്കും. ഇത്ര സെന്റ് സ്ഥലത്ത് ഇത്രയും വിശാലതയുള്ള ഒരു ഭവനം, അത് ഇന്ന രൂപത്തിലൊക്കെ അത് നിർമ്മിക്കേണ്ടതുണ്ട്. ഇതാണ് കിതാബത്ത് കൊണ്ട് സംഭവിക്കുക. അടുത്തത് എന്തായിരിക്കും? ഇയാളത് തീരുമാനിച്ചതോടുകൂടെ ഉടനെ വീട് പണിയല്ല ചെയ്യാം. ഇയാളത് എപ്പോഴായിരിക്കും പണി ആരംഭിക്കുക? ഇയാൾ എപ്പോഴാണോ പണിയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോഴായിരിക്കും. അപ്പൊ അയാൾക്ക് അടുത്ത ഘട്ടം എന്താണ്? ഇത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അയാൾ എന്ത് ചെയ്യും? പണി ആരംഭിക്കും. കേട്ടോ, 4 ഘട്ടങ്ങളാണ്. ഒന്ന്, ഇയാൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് ഇൽമുണ്ടാവും. രണ്ടാമത്, ആ വിഷയത്തെ സംബന്ധിച്ച് അയാൾ പ്ലാൻ ഉണ്ടാക്കും. മൂന്നാമത്, അയാൾ ആ വിഷയം പ്രവർത്തിക്കാനായി ഉദ്ദേശിക്കും. നാലാമത്, ആ വിഷയം അയാൾ പ്രവർത്തിക്കും. ഈ 4 ഘട്ടങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കിതാബിലൂടെ പഠിച്ചത്. അഥവാ റബ്ബിന് സകലതും അറിയാം. ഈ ലോകത്ത് സംഭവിക്കുന്ന ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും റബ്ബിനറിയാം. റബ്ബ് അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ച കാര്യം എപ്പോൾ സംഭവിക്കണമോ ആ സമയത്ത് റബ്ബ് ഉദ്ദേശിക്കുകയും അപ്പോൾ അത് സംഭവിക്കുകയും ചെയ്യും. ഇതാണ് അൽ ഈമാനു ബിൽ ഖദാഇ വൽ ഖദർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതിന്റെ ആകത്തുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് കേവലം ഒരു ഉദാഹരണമെന്നോണം സൂചിപ്പിച്ചതാണ്. അഥവാ പണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ ആ വിഷയത്തെ സംബന്ധിച്ച് ഓർമ്മയിൽ നിൽക്കാനും കൂടുതൽ വ്യക്തത കിട്ടുന്നതിന് വേണ്ടി പറയുന്നതാണ്. അപ്പൊ ആ രൂപത്തിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഖദറിൽ 2 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. ഒന്ന് ഇൽമും മറ്റൊന്ന് കിതാബത്തും. ഖദാഇൽ മശീഅത്തും ഖൽഖും. ഇങ്ങനെ 4 കാര്യങ്ങൾ അൽ ഖദർ വൽ ഖദാ എന്നതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. ഇനി സഹോദരങ്ങളെ, ഖദറിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഖദറുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ഇസ്ലാമിൻ്റെ മറ്റേത് വിഷയങ്ങളെയും പോലെ വിശാലമായൊരു വിഷയം തന്നെയാണ്. കൃത്യതയോടുകൂടെ അത് മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അതിന് വ്യത്യസ്തമായ മേഖലകളുണ്ട്, വ്യത്യസ്തമായി അത് ഉൾക്കൊള്ളുന്ന വിഷയങ്ങളുണ്ട്. അതിൻ്റെ ഇനങ്ങളും അതിൻ്റെ മറ്റ് ഭാഗങ്ങളുമൊക്കെ ഉൾക്കൊള്ളുന്നൊരു വിഷയമാണ്. എന്നാൽ പണ്ഡിതന്മാർ പറയുന്നു, ഇത് ഏറ്റവും അടിസ്ഥാനപരമായി ചുരുക്കി പറഞ്ഞാൽ 3 കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ നിർബന്ധമായി പറഞ്ഞിരിക്കേണ്ടത്. നമ്മളിപ്പോൾ അർക്കാനുകളെ അതിൻ്റെ മറാത്തിബുകളെ സംബന്ധിച്ച് മനസ്സിലാക്കിയതുപോലെ ഖദറുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമായും 3 കാര്യങ്ങളാണ്. അതിലൊന്നാമത്തേത് മഹാന്മാരായ പണ്ഡിതന്മാർ
അവർ പറയുന്നു. അതിലൊന്നാമത്തേത്, ഈ ലോകത്ത് സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമ് കൊണ്ട്, ഇൽമിന്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്നതാണ്. അത് റബ്ബ് സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ അതിൻ്റെ ഘട്ടം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ചു മുമ്പേ മനസ്സിലാക്കിയതാണ്. രണ്ടാമത്തെ ഘട്ടം, റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പറയപ്പെട്ടതുപോലെ റബ്ബിന് എല്ലാ കാര്യങ്ങളും അറിയാം. റബ്ബ് ആ അറിവുള്ള കാര്യങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം നിശ്ചയിക്കുകയും സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്കും എന്ത് ചെയ്തു തന്നിട്ടുണ്ട്? അവർക്ക് ഈ പറയപ്പെട്ടതുപോലെ കഴിവ് നൽകിയിട്ടുണ്ട്, അവർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട്. കാരണം ചില ചെറുപ്പക്കാർ അല്ലെങ്കിൽ മറ്റു ചില പല ആളുകൾക്കും സംഭവിച്ചു പോകുന്ന ചില അബദ്ധങ്ങളിൽപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം വസ്വാസുണ്ടാക്കുന്ന പല ആളുകൾക്കും എങ്ങനെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യണമെന്നോ എങ്ങനെ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ കേൾക്കുന്നതിൽ ശ്രദ്ധ പാലിക്കണമെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പല ആളുകളും എല്ലാ വിഭാഗം ആളുകളുടെയും സംസാരങ്ങൾ കേൾക്കും. ഏത് തരത്തിലുള്ള ആളുകൾ സംസാരിച്ചാലും സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റുമൊക്കെ ആര് ദീനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാലും ദീനിനെ വിമർശിച്ച് സംസാരിച്ചാലും ഒക്കെ കേൾക്കാൻ നമ്മൾ സന്നദ്ധരാണ്, കേൾക്കാൻ വേണ്ടി നമ്മൾ ഇരിക്കണം. നമ്മുടെ മനസ്സിലെന്താണ്? ഇത് കേട്ടിട്ട് എനിക്ക് മറുപടി പറയാൻ പറ്റും, ഇത് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ പിന്നീട് എന്താ സംഭവിക്കുക? അവർ ഇളക്കി വിടുന്ന ശുഭഹത്തുകൾ, അവർ നമ്മുടെ മനസ്സുകളിലേക്ക് ഇറക്കി വെക്കുന്ന ഇത്തരത്തിലുള്ള സംശയം ജനിപ്പിക്കുന്ന ചോദ്യങ്ങൾ, അത് ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ ഇറങ്ങിപ്പോവില്ല, അതവിടെ തന്നെ നിൽക്കും. നമ്മളത് നാളെ ആവട്ടെ, പിന്നീടാവട്ടെ, മറ്റ് വേറൊരു സമയത്താവട്ടെ, അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഇങ്ങനെ മാറ്റിവെച്ച് പിശാച് ആ സംശയങ്ങളിൽ കളിച്ച് അവസാനം അത് വലിയ വസ്വാസുകളിലേക്ക് മാറി ചില ആളുകളിൽ നിന്ന് തന്നെ തെറ്റിപ്പോകുന്നൊരവസ്ഥയിലേക്ക് പോലും പോകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിലാദ്യം സൂചിപ്പിക്കാനുള്ളത്, ഇങ്ങനെ ദീനുമായി ബന്ധപ്പെട്ട് ആരെന്ത് സംസാരിച്ചാലും എന്ത് വിമർശനം പറഞ്ഞാലും അത് കേൾക്കാനും അതിന് മറുപടി കൊടുക്കാനും നമ്മൾ ഇരിക്കുക എന്നുള്ളത് ശർഈയായി ശരിയായൊരു വശമല്ല. ചില സഹോദരങ്ങൾ അവർ വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ഖദറുമായി ബന്ധപ്പെട്ടതായിരിക്കും. അതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം എന്തായിരിക്കും? ഇത്തരത്തിലുള്ള ദീനിനെ എതിർത്ത് സംസാരിക്കുന്ന, ദീനിനെ വിമർശിക്കുന്ന, എന്ത് തോന്നിയാസവും ദീനുമായി ബന്ധപ്പെട്ട് വിളിച്ചു പറയുന്ന ആളുകളൊക്കെ സംസാരങ്ങളായിരിക്കും, അത് കേട്ടുകൊണ്ടായിരിക്കും. അതുകൊണ്ട് അതാണ് ഒന്നാമത് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജബരിയാക്കളെ പോലെയുള്ള പിഴച്ചുപോയ കക്ഷികളുണ്ട്. അവർ പറയുന്നത്, മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല എന്താണോ ചെയ്യുന്നത്, എന്താണോ തീരുമാനിക്കുന്നത്, അതിനനുസരിച്ച് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. എന്ന് പറഞ്ഞാൽ നമുക്കൊരു തീരുമാനമെടുക്കാനോ നമുക്ക് എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കാനോ എന്നൊരു സ്വാതന്ത്ര്യമില്ല. നമ്മളുടെ പ്രവർത്തനങ്ങളെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു? ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു, അല്ലെ? നമ്മൾ നേരത്തെ ഖദരിയാക്കളെ കുറിച്ച് പറഞ്ഞതുപോലെ, ഖദരിയാക്കൾ വിശ്വസിക്കുന്നത് എന്താണ്? അവർ വിശ്വസിക്കുന്നത് നമ്മളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അതിൽ തന്നെ പിഴച്ചുപോയി, അതിൽ തന്നെ ഏറ്റവും മോശപ്പെട്ട ആളുകൾ വിശ്വസിക്കുന്നത് നമ്മൾ ഇപ്പൊ ചെയ്യുന്ന ഈ പ്രവർത്തനം, അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തനത്തെ സംബന്ധിച്ച് റബ്ബിന് അറിവില്ല. അത്രയും പിഴച്ച വാദങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട്. രണ്ടാമത്തത്, നാം ചെയ്യാൻ പോകുന്ന ഈ പ്രവർത്തനം ആരാണത് പ്രവർത്തിക്കുന്നത്, ആരാണത് സൃഷ്ടിക്കുന്നത്? അത് നമ്മൾ തന്നെയാണ്, അതല്ല. ഇങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അതും ഈ ഖദറിൽപ്പെട്ട ആൾക്കാരാണ്. ഈ ജബരിയാക്കൾ എന്താ പറയുന്നത്? നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അത് അള്ളാഹ് സൃഷ്ടിച്ചതാണ്, നമുക്കതിലൊരു സ്വാതന്ത്ര്യമില്ല, നമ്മളെ കൊണ്ട് അള്ളാഹ് ചെയ്യിപ്പിക്കണം. കണ്ടോ? ഇതിനിടയിലാണ് അഹ്ലുസുന്ന നിൽക്കുന്നത്. ഇത് രണ്ട് വിശ്വസിച്ചാലും അയാൾ പിഴച്ചുപോയ വ്യക്തിയാണ്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റബ്ബ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളുടെ പിടി റബ്ബിന്റെ കയ്യിലുണ്ട്. റബ്ബിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ചാണ് നടക്കുകയുള്ളൂ. എല്ലാം സ്വതന്ത്രമായി റബ്ബറിയാതെ പ്രവർത്തിക്കാം, അങ്ങനൊന്നുമില്ല. കൃത്യമായി റബ്ബിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ പാടുള്ളൂ.
പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ ഒരു മധ്യമമായ വിശ്വാസത്തിലാണ് അഹ്ലുസുന്നയുള്ളത്. ഇതാണ് ഇതിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. റബ്ബ് പ്രവർത്തിക്കുന്നു, റബ്ബ് ഉദ്ദേശിക്കുന്നു, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും ഉദ്ദേശിക്കാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഇങ്ങനെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഇതിന്റെ രണ്ടാമത്തെ ഘട്ടം. ഇനി ഇതിന്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ഘട്ടം ഉലമാക്കൾ പറയുന്നു, അത് ഹിദായത്തും ദലാലത്തുമായി ബന്ധപ്പെട്ടതാണ്. അഥവാ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കുമൊക്കെ ഹിദായത്ത് നൽകിയിട്ടുണ്ട് എങ്കിൽ അതാ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹം എന്നുകൊണ്ട് മാത്രമാണ്. എൻ്റെ കഴിവോ എൻ്റെ മികവോ എൻ്റെ ഏതെങ്കിലും മറ്റു തരത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുമല്ല, ഞാൻ കണ്ടെത്തിയതല്ല. ഇത് അഹങ്കാരത്തിൻ്റെ വർത്തമാനമാണ്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഫദ്ലാണ്, ഔദാര്യമാണ് എനിക്കും നിങ്ങൾക്കുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകി എന്നുള്ളത്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ പിഴപ്പിക്കും, നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ പിഴപ്പിക്കും. നമ്മൾ വിചാരിച്ചു പോകും, എന്തുകൊണ്ട് അയാൾക്ക് ഹിദായത്ത് കിട്ടിയില്ല? അല്ലേ? അബൂ ത്വാലിബിന്റെ സംഭവം നമുക്കൊക്കെ അത്ഭുതപ്പെടുത്തുന്നതാണ്. എന്തിനേറെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അല്ലാഹുവിന്റെ ഉപ്പയും ഉമ്മയും നരകത്തിലാണെന്നുള്ള വിഷയം. അവർ അവിശ്വാസികളായിട്ടാണ് ജീവിച്ചതെന്നുള്ളത് ചിന്തിച്ചു നോക്കുക. ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും കാര്യം. ആ പ്രവാചകൻ അങ്ങേയറ്റം സഹായിച്ച അബൂ ത്വാലിബിന്റെ അവസ്ഥയാണ് ഈ പറയുന്നത്. ഹിദായത്ത് ലഭിക്കാതെയാണ് മരണപ്പെട്ടു പോയത്. സഹോദരങ്ങൾ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, എനിക്കും നിങ്ങൾക്കുമൊക്കെ ഹിദായത്ത് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അതൊരിക്കലും നമ്മളുടെ യാതൊരു തരത്തിലുള്ള മികവ് കൊണ്ടല്ല, അള്ളാഹുവിൻ്റെ അപാരമായ ഫദ്ല് കൊണ്ടാണ്, റബ്ബിന്റെ അപാരമായ അനുഗ്രഹം എന്നുകൊണ്ട് മാത്രമാണ്. അള്ളാഹു ചില ആളുകളെ പിഴപ്പിക്കും, അത് അള്ളാഹുവിന്റെ അപാരമായ ഹിക്മത്ത് കൊണ്ടാണ്. അപാരമായ ഹിക്മത്ത് കൊണ്ടാണ്. അള്ളാഹു അതിലൊരു തെരുമ്പ് പോലും ദുൽമ പ്രവർത്തിക്കുകയില്ല. ഒരു തെരുമ്പ് പോലും ദുൽമ പ്രവർത്തിക്കുകയില്ല. ഇത് നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ടതാണ്. റബ്ബ് ഒരു വിഷയത്തിലും ദുൽമ പ്രവർത്തിക്കാത്ത ആളാണ്. ഒരു തെരുമ്പ് പോലും റബ്ബ് ദുൽമ പ്രവർത്തിക്കുകയില്ല. ചിലപ്പോ നമ്മൾ വിചാരിക്കും, എന്തുകൊണ്ടാണ് അയാൾ പിഴച്ചുപോയത്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്കറിയില്ല. ചിലപ്പോൾ അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? അഹങ്കാരത്തിന്റെ വർത്താനം പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോ ഏതെങ്കിലുമൊക്കെ തിന്മകൾ കണ്ടപ്പോ സംസാരത്തിൽ എന്ത് വന്നു പോയിട്ടുണ്ടാവും? അയാൾക്കൊരു രുജുവ് തോന്നിയിട്ടുണ്ടാവും. അല്ലേ? ഇബ്ലീസിന് സംഭവിച്ചതുപോലെ. ഇബ്ലീസ് എന്താ പറഞ്ഞത്? ഞാൻ അവനേക്കാൾ ഖൈറാണ്, ഞാൻ എന്തിനാ അവന് സുജൂദ് ചെയ്യണത്? രുജുവ് തോന്നിയതാണ്. ആളുകൾക്ക് പലപ്പോഴും തോന്നും, അല്ലെ, നമ്മൾ നല്ലൊരു അവസ്ഥയിലൊക്കെ ജീവിക്കുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾ തെമ്മാടികളും താന്തോന്നികളും ഒക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ നമ്മളിങ്ങനെ കുറച്ചതായിട്ട് പറയും, ഒരു അപമാനിച്ചൊരു അവഹേളിച്ച് സംസാരിക്കും. എന്താണ് ഈ ആൾക്കാരൊക്കെ? നമ്മളൊക്കെ എത്രയോ വലിയ സ്ഥാനത്തിലൊക്കെ നിൽക്കുന്നത് പോലെ. ശരിക്കും നമ്മൾ അള്ളാന്റെ വലിയ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടവരാണ്. ഒരിക്കലും ആളുകളെ അപമാനിക്കാനോ അവഹേളിക്കാനോ നമ്മളൊക്കെ എന്തോ വലിയ സംഭവമാണെന്ന് ചിന്തിച്ചുകൊണ്ട്, എൻ്റെ മികവ് കൊണ്ട് കിട്ടിയതാണെന്ന് വിചാരിച്ചുകൊണ്ട് സംസാരത്തിൽ രുജുവ് വരിക എന്നുള്ളത് പാടില്ലാത്തതാണ്. അഹങ്കാരത്തിന്റെ സംസാരങ്ങൾ പറ്റും. ചിലപ്പോൾ ഇത്തരത്തിലുള്ള പിഴച്ചുപോയ ആളുകളൊക്കെ അങ്ങനെ ആയിരിക്കാം. അല്ലേ? ചിലപ്പോൾ നമ്മൾ അറിയില്ല, രഹസ്യമായ തിന്മകളിൽ ഏർപ്പെട്ട ആളുകളായിരിക്കും. രഹസ്യമായ തിന്മകളിൽ ഏർപ്പെട്ട ആളുകളായിരിക്കും. തിന്മകൾ കൊണ്ട് മനുഷ്യന്മാർ നശിച്ചു പോകുന്നതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. പ്രത്യക്ഷത്തിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷേ അയാളുടെ ജീവിതത്തിൽ ആളുകൾ കാണാതെ പല തിന്മകളിലും ഏർപ്പെടുന്നുണ്ടാവും. അയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പിഴപ്പിച്ചു കളയും. അപ്പൊ അതുകൊണ്ട് നഅൂദുബില്ലാ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകിയിട്ടുണ്ട് എങ്കിൽ അത് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം എന്നുകൊണ്ട് മാത്രമാണ്. റബ്ബ് ഒരാളെ പിഴപ്പിക്കുന്നുണ്ട് എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹിക്മത്ത് കൊണ്ട് മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പലപ്പോഴും പറയാറുള്ള ചില വിഷയങ്ങളുണ്ട്. അതിലൊന്ന്, ഈ ഖദറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഖദറിൽ മഅലൂമായതുമുണ്ട്, അതുപോലെ തന്നെ മസ്തൂറായതുമുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിച്ച് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളുമുണ്ട്, റബ്ബ് മറച്ചു വെച്ചിട്ടുള്ള ചില കാര്യങ്ങളുമുണ്ട്. ആ കാര്യങ്ങളെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കി
പഠിക്കേണ്ടതിനെ മാത്രം പഠിക്കുകയും ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞ മേഖലകളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണം. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ പ്രധാനപ്പെട്ടത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്, അഥവാ റബ്ബിന്റെ പ്രവർത്തനങ്ങളെ നമ്മൾ നിരൂപണം ചെയ്യണ്ട. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ റബ്ബ് ചില ആളുകളെ ചിലപ്പോൾ ഹിദായത്തിലാക്കും, ചില ആളുകളെ ചിലപ്പോൾ ധലാലത്തിലാക്കും, ചില ആളുകൾക്ക് വമ്പിച്ച പരീക്ഷണങ്ങൾ നൽകും. അല്ലെ, സമീപകാലത്ത് എത്രയെത്ര സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു 5-6 വർഷം എടുത്താൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങൾ വ്യത്യസ്ത തരത്തിലാണ്. ഈ പരീക്ഷണങ്ങളൊക്കെ റബ്ബ് നൽകും. റബ്ബിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ അങ്ങോട്ട് ചോദ്യം ചെയ്യാൻ പോകരുത്. എന്തുകൊണ്ട് റബ്ബ് അങ്ങോട്ട് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു? ആ ചോദ്യം ചോദിക്കലാണ് നമ്മൾ അപകടപ്പെടുത്തുക. അപ്പൊ ഖദറുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഭൂരിഭാഗവും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും, റബ്ബിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കും. സഹോദരൻ, റബ്ബിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചോദിച്ചാൽ നമുക്കത് മനസ്സിലാവും. അതിന്റെ ഹൈക്മത്തിനെ സംബന്ധിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടോ? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഖദറുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ റസൂല് പറഞ്ഞു നൽകിയ കാര്യങ്ങളുണ്ടായിരിക്കും, റസൂല് ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ടായിരിക്കും. അതുകൊണ്ടാണ് മഹാന്മാരായ സലഫുകൾ പറഞ്ഞത്, ഖദർ എന്നുള്ളത് അല്ലാഹുവിന്റെ സിർറാണ്, രഹസ്യമാണ്. ഫലാ തക്ഷിഫ്ഹു, നിങ്ങൾ അത് തുറന്നു നോക്കരുത്. അപ്പൊ അതിന്റെ പരിധിയിൽ നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തേത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നീതിമാനാണ്. അവൻ നീതിമാനാണ്. റബ്ബിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം, ഒരു തെരിമ്പ് പോലും റബ്ബ് നമ്മളോട് അക്രമം പ്രവർത്തിക്കുകയില്ല. ഒരു തെരിമ്പ് പോലും നമ്മളോട് അവൻ അക്രമം പ്രവർത്തിക്കുകയില്ല. അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാന ഭാഗത്ത് എത്രയോ ആയത്തുകളിലാണ് നമ്മൾ കേട്ടത് പരലോകത്തെ അവസ്ഥയെ സംബന്ധിച്ച്. റബ്ബ് ഒരു നിലക്കും എന്ത് ചെയ്യൂല എന്ന് പറയുന്നത് ആയത്തുകളോട് അവർ ആവർത്തിച്ച് പറയും, റബ്ബ് ഒരിക്കലും അക്രമം പ്രവർത്തിക്കൂല. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. ആരെ റബ്ബ് ഹിദായത്തിലാക്കുന്നുണ്ടെങ്കിലും ധലാലത്തിലാക്കുന്നുണ്ടെങ്കിലും റബ്ബ് നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങൾ ചെറുതും വലുതുമായിരിക്കാം. എന്റെ സഹോദരന് ചിലപ്പോൾ ആ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല, എനിക്ക് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഒരിക്കലും റബ്ബിനെ കുറിച്ച് മോശം വിചാരിക്കാൻ പാടില്ല. റബ്ബ് നൽകുന്നത് അതിലോടുകൂടെ ആയിരിക്കും. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, മൂന്നാമത്തേത് റബ്ബിന്റെ പ്രവർത്തനങ്ങൾക്ക് അപാരമായ ഹിക്മത്തുണ്ടായിരിക്കും. റബ്ബ് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾക്ക് അപാരമായ ഹിക്മത്തുണ്ടായിരിക്കും. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മളുടെ കൂട്ടത്തിൽ നമ്മൾ മനുഷ്യന്മാർ തന്നെ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ചിലതൊന്നും നമുക്ക് തന്നെ മനസ്സിലാവില്ല. ഇയാളിത് എന്തിനു വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തതെന്ന്. അല്ലെ, ചില കച്ചവടക്കാർ അവർ നമ്മളെ കൊണ്ട് ചില പ്രൊഡക്റ്റുകൾ വാങ്ങിപ്പിച്ച് അത് നമ്മൾ ഉപയോഗിച്ച് നമ്മളതിൽ അഡിക്റ്റായി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇവർ ആദ്യം എടുത്ത തന്ത്രം നമ്മളെ അഡിക്റ്റാക്കാൻ വേണ്ടിയിട്ട് ചെയ്യിപ്പിച്ചതാണെന്നുള്ളത്. അല്ലേ, അത് നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുക? കുറെ കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ. ഇത് മനുഷ്യന്മാരുടെ ബുദ്ധിയാണ്. ഇത് അള്ളാഹ് കൊടുത്ത മനുഷ്യന്മാരുടെ പരിമിതമായ ബുദ്ധിയാണ്. ചിന്തിച്ചു നോക്കുക, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് എത്ര ഹിക്മത്തുണ്ടായിരിക്കും. റബ്ബ് നമ്മളെ സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച്, ഈ വ്യവസ്ഥകൾ സംവിധാനിച്ചതിനെ സംബന്ധിച്ച്, ഈ ആകാശവും ഭൂമിയും ഇവിടെയുള്ള ചരാചരങ്ങളും ഒക്കെ സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച് റബ്ബിന്റെ ഹിക്മത്ത് എത്ര വലുതായിരിക്കും. അപ്പൊ നമുക്കത് എത്തിപ്പിടിക്കാനോ ചിന്തിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ സാധിക്കുമെന്നുള്ളത് ഒരു വിഡ്ഢിത്തരമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, വഅസ്ലു ളലാലിൽ ഖൽഖി മിൻ കുല്ലി ഫിർഖ, എല്ലാ പിഴച്ചുപോയ ആളുകളുടെയും പിഴവിന്റെ കാരണത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത് ഹുവൽ ഖൗദു ഫീ ഫിഅലിൽ ഇലാഹി ബിഇല്ലത്തിൻ. അതെന്താണെന്നറിയോ? അത് അള്ളാന്റെ പ്രവർത്തനങ്ങളുടെ കാരണങ്ങൾ അന്വേഷിച്ച് അതിന്റെ പിന്നാലെ കൂടിയതാണ്. റബ്ബിന്റെ പ്രവർത്തനങ്ങളുടെ കാരണങ്ങൾ അന്വേഷിച്ച് അതിന്റെ പിന്നാലെ കൂടി. അപ്പൊ എന്ത് സംഭവിച്ചു? അതവരെ പിഴവിലേക്ക് എത്തിച്ചു. അതിനുശേഷം അദ്ദേഹം റബ്ബിന്റെ ആ പ്രവർത്തനത്തിന്റെ ഹിക്മത്തിനെ സംബന്ധിച്ച് അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ അവർ ജാഹിലിയത്തിന്റെ ഏതെങ്കിലും ഒരു ഇനത്തിൽപ്പെട്ട് പിഴച്ചുപോയി. അപ്പൊ സഹോദരങ്ങളെ, റബ്ബ് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അതിന്റെ ഹിക്മത്തിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ അബദ്ധമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മളൊന്ന് ആലോചിക്കുക, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിരിക്കും. അല്ലെ, ചിലതൊക്കെ നമ്മൾ വിചാരിക്കും നമുക്ക് നന്മയാണെന്ന്, പക്ഷേ പിന്നീട് നമുക്കത് ബോധ്യപ്പെടും നമുക്കത് തിന്മയായിരുന്നുവെന്ന്. ചിലത് നമ്മൾ വിചാരിക്കും നമുക്ക് തിന്മയാണെന്ന്, പിന്നീട് നമുക്കത് ബോധ്യപ്പെടും നമുക്കത് നന്മയായിരുന്നുവെന്ന്. റബ്ബ് നമുക്ക് നൽകിയ ആ ഒരു കാരണത്തിൽ നമ്മൾ ചിലപ്പോൾ അസംതൃപ്തരായിരിക്കും.
എനിക്കിത് റബ്ബ് വരുത്തി വെച്ചല്ലോ, എനിക്ക് ഈ രോഗം വരുത്തി വെച്ചല്ലോ, എനിക്ക് ഈ പ്രയാസം വരുത്തി വെച്ചല്ലോ, എൻ്റെ ഉപ്പന്നിൽ നിന്ന് വിട്ടുപോയല്ലോ, എൻ്റെ കച്ചവടം തകർന്നു പോയല്ലോ, എനിക്ക് അങ്ങനെ ഇങ്ങനെ പ്രയാസം ഉണ്ടായല്ലോ, നമ്മളിങ്ങനെ ചിന്തിക്കും. പക്ഷേ ചിലപ്പോൾ അതിൽ റബ്ബ് ഒരുക്കി വെച്ചിരിക്കുന്ന ഹിക്മത്ത്, റബ്ബ് നമുക്കതിൽ വെച്ചിരിക്കുന്ന നന്മ നമ്മളൊക്കെ വിചാരിക്കുന്നതിനും അപ്പുറമായിരിക്കും. അപ്പം അതിന് തൃപ്തിപ്പെടുക, റബ്ബിൻ്റെ പ്രവർത്തനങ്ങൾ ഏതിലും തൃപ്തിപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാലാമത്തേത്, നമ്മളുടെ ഖദറിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ സാധിക്കണം. നമ്മളുടെ ഖദറിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളുടെ ബുദ്ധിയുടെ പരിമിതിയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കാം. നമ്മളുടെ ബുദ്ധി വളരെ ചെറുതാണ്. നമ്മളുടെ ബുദ്ധി വളരെ ചെറുതാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയത്തിലും അവർക്ക് പരിധിയുണ്ടെന്ന് പറയും, അല്ലേ? എനിക്ക് ഈ കപ്പ് പൊക്കാൻ പറ്റും, ഈ മേശയും പൊക്കാൻ പറ്റും, ഈ തൂണ് പൊക്കാൻ പറ്റൂല. എൻ്റെ കൈക്കും എൻ്റെ ആരോഗ്യത്തിനും പരിധിയുണ്ട്, എൻ്റെ കാഴ്ചക്ക് പരിധിയുണ്ട്, ഇപ്പം അതിൻ്റെ അപ്പുറത്ത് കാണാൻ പറ്റൂല. പക്ഷെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിച്ചു വെച്ചേക്കുന്നത് ബുദ്ധിക്ക് പരിധിയില്ല എന്നാണ്, എന്തും മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? അങ്ങനെ അപകടത്തിൽപ്പെട്ടുപോയ ചില ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ചില വിഭാഗം ആളുകളുണ്ട്. അവർക്ക് അവരുടെ ബുദ്ധിക്ക് അമിത പ്രാധാന്യം കൊടുക്കുകയും നുസൂസുകളെ ബുദ്ധിയുടെ മാനദണ്ഡം ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അവസാനം എന്ത് ചെയ്യേണ്ടി വന്നു? നുസൂസുകളെ മാറ്റിവെച്ച് ബുദ്ധിയെ സ്വീകരിച്ചപ്പോൾ ഒരു പേവലായിപ്പോയി. അങ്ങനെ പലതും നിഷേധിക്കേണ്ടി വന്ന ആൾക്കാരുണ്ട്, അല്ലേ? നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്ന കുറേ വിഷയങ്ങൾ അങ്ങനെയാണ് സംഭവിച്ചു പോകുന്നത്. അവർ ബുദ്ധിക്ക് അമിത പ്രാധാന്യം കൊടുക്കും, എന്നിട്ട് തങ്ങളുടെ ബുദ്ധിയെ അവലംബിക്കും, നുസൂസുകളെ മാറ്റിവെക്കേണ്ടി വരും. അവസാനം എന്ത് ചെയ്യും? അവർ പിഴച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പെടും. മുഅ്തസിലികൾക്ക് പറ്റിയതാണ്. അവരെന്തിനും തങ്ങളുടെ ബുദ്ധികളെ അവലംബിച്ചു. അപ്പം എന്ത് പറ്റി? പിഴവിലായിപ്പോയി. അപ്പോൾ നമ്മളുടെ ഖദറിനെ തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉലമാക്കൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവസാനമായി സൂചിപ്പിക്കാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുക എന്നുള്ളത് അത് പാടില്ലാത്തതാണ്. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. റബ്ബ് ചോദ്യം ചെയ്യപ്പെടുകയില്ല, നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. റബ്ബ് എന്ത് ചെയ്തു, റബ്ബ് എന്തിന് ചെയ്തു എന്നുള്ള ചോദ്യം അപ്രസക്തമാണ്. ഇത് പറയുമ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിക്കും. റബ്ബ് ചെയ്ത പ്രവർത്തനത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? റബ്ബ് ചെയ്ത പ്രവർത്തനത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെട്ടാൽ ചിലപ്പോൾ ഉത്തരവുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ചോദ്യം ചെയ്യപ്പെടരുത് എന്ന് പറയുന്നത്. ഒരിക്കലുമല്ല. റബ്ബ് ചെയ്ത പ്രവർത്തനത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെട്ടാൽ അതിന് ഉത്തരം നൽകപ്പെട്ടാലും നമുക്ക് മനസ്സിലാവണമെന്നില്ല, അല്ലേ? ഇപ്പോൾ ഒരു ഡോക്ടർ സർജറി ചെയ്യുമ്പോൾ അയാൾ ചെയ്യുന്ന സർജറിയും അയാളുടെ പ്രവർത്തനങ്ങളും എന്തിനങ്ങനെ ചെയ്തു, എന്തിനിങ്ങനെ ചെയ്തു, അല്ല? ഒരു വീട് പണിയുമ്പോൾ എന്തിനിങ്ങനെ ചെയ്തു, എന്തിനങ്ങനെ ചെയ്തു, എന്തിന് ഈ കോൺ വെച്ച് തിരിച്ചു, എന്തിന് ഇത്രയും പൊക്കി, ഇത്രയും താഴ്ത്തി, ഇതൊന്നും അറിയാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊന്നും മനസ്സിലാവില്ല. അയാൾ വിചാരിക്കുന്നത് എന്തിനാ വെറുതെ ഇഷ്ടിക കളഞ്ഞത്, എന്തിനാ വെറുതെ സിമെന്റ് കളഞ്ഞത് എന്നാലോചിക്കൂ, അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. റബ്ബ് ചെയ്യുന്ന പ്രവർത്തനത്തെ സംബന്ധിച്ച് നമ്മൾ ചോദ്യം ചെയ്താൽ എന്താ സംഭവിക്കുക? നമുക്കതിൽ ഉത്തരം നൽകപ്പെട്ടാൽ നമുക്കത് മനസ്സിലാവണമെന്നില്ല. അപ്പൊ റബ്ബിന്റെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുക എന്നുള്ളത് അത് പാടില്ലാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമായതുകൊണ്ടാണ് ഉലമാക്കൾ ഈ 3 കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു നൽകിയത്. ഒന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അറിഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ രേഖപ്പെടുത്തി വെച്ച കാര്യങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നതനുസരിച്ചാണ് നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ ആ ഉദ്ദേശിക്കുന്നതോടുകൂടി ആ കാര്യം ഉണ്ടായിത്തീരുകയും ചെയ്യുന്നു. ഇതതിൻ്റെ 4 റുക്നുകളാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കി, ഖദറുമായി ബന്ധപ്പെട്ട് ചുരുങ്ങിയ രൂപത്തിൽ അതിൻ്റെ എല്ലാ വിഷയങ്ങളെയും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ 3 പണ്ഡിതന്മാർ ചുരുക്കിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എല്ലാം അറിയാം, റബ്ബ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതൊന്ന്. രണ്ടാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കരുത്? നമുക്കൊരു സ്വാതന്ത്ര്യമില്ല, റബ്ബ് നമുക്ക് ഉദ്ദേശിക്കാനോ പ്രവർത്തിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടില്ല എന്ന് വിചാരിക്കരുത്. മറിച്ച് റബ്ബ് ഉദ്ദേശിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നതുപോലെ തന്നെ നമുക്കും എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. മൂന്നാമത്തേതും അവസാനത്തേതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ് ഹിദായത്ത് നൽകുക, ളലാലത്തിലാക്കുക എന്നുള്ളത്.
അത് അള്ളാഹുവിന്റെ അപാരമായ ഹിക്മത്ത് കൊണ്ട് റബ്ബ് ആളുകളെ ഹിദായത്തിലാക്കുകയും ദലാലത്തിലാക്കുകയും ചെയ്യുന്നു. റബ്ബ് ആർക്ക് ഹിദായത്ത് നൽകിയിട്ടുണ്ടോ അത് അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ടാണ്. റബ്ബ് ആരെ പിഴപ്പിച്ചു കളഞ്ഞിട്ടുണ്ടോ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അദ്ല് കൊണ്ടാണ്, നീതി കൊണ്ടാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങൾ, ഇങ്ങനെ ഖദറിന്റെ വിഷയങ്ങൾ നമ്മൾ പഠിച്ചാൽ, മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പല പരീക്ഷണങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പല ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് തരണം ചെയ്യാനുള്ള വളരെ എളുപ്പമുള്ള ഒരു കാര്യമായി മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നതാണ് നാം ഖദറുമായി ബന്ധപ്പെട്ട് പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത്. കാരണം നമുക്ക് ബാധിക്കുന്ന ഏതൊരു പ്രയാസവും റബ്ബിന്റെ തീരുമാനപ്രകാരമാണ്. ഇതൊരാൾ വിശ്വസിക്കണം. ഇതൊരാൾ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിൽ ആദ്യം രൂപപ്പെടുന്ന ഒരു കാര്യം എന്തായിരിക്കും? തൃപ്തിയായിരിക്കും. ഇതെന്റെ റബ്ബ് തീരുമാനിച്ചതാണ്, ഇത് റബ്ബ് എനിക്ക് നൽകിയതാണ്. രണ്ടാമത്തത് നമ്മൾ വിചാരിക്കുകയാണ്, ഇതെന്റെ റബ്ബ് എനിക്ക് നൽകിയതാണെങ്കിൽ എന്റെ റബ്ബ് എനിക്ക് ഖൈറല്ലാതെ ഉദ്ദേശിക്കൂല. എന്റെ റബ്ബ് എനിക്ക് ഖൈറല്ലാതെ ഉദ്ദേശിക്കൂല. റബ്ബിനെ സംബന്ധിച്ച് ഹുസ്നുൽ ദുൻ ഉണ്ടാവണം, നല്ല വിചാരം ഉണ്ടാവണം. അങ്ങനെ വിചാരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ബാധിച്ച ആ പ്രയാസം പോലും അയാൾക്ക് ക്ഷമ കൈക്കൊള്ളാൻ സാധിക്കും, സബ്ർ ചെയ്യാൻ പറ്റും. അല്ലേ? വിശ്വാസത്തിന്റെ പ്രത്യേകത എന്താ? അജബൻ ലിഅംറിൽ മുഅ്മിൻ. വിശ്വാസത്തിന്റെ പ്രത്യേകതയാണ് അത്. വിശ്വാസിക്ക് മാത്രമേ ഉള്ളൂ. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, പരലോകത്തെ നിഷേധിക്കുന്ന, ഒരുപക്ഷെ റബ്ബില്ല എന്ന് പറയുന്ന ആളുകൾ, അവർ ഇന്ന് ലോകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങൾക്ക് അവർക്ക് എന്താണ് ഇതിനൊരു ആശ്വാസം കിട്ടാൻ എന്തുള്ളത്? ചിന്തിച്ചു നോക്കി നമ്മൾ, അല്ലേ? വർഷങ്ങളോളം കഷ്ടപ്പെട്ട് പ്രവാസ ജീവിതം കൊണ്ട് കെട്ടിപ്പടുത്ത വീട് അതിമനോഹരമായി അതിൻ്റെ ഓരോ മുക്കും മൂലയും കൃത്യതയോടും അളവിലും കൃത്യമായി പടുത്തുയർത്തിയ ആ വീട് ഒരു വെള്ളപ്പൊക്കത്തിൽ അങ്ങനെ ഒലിച്ചു പോകണം. ചിന്തിച്ചു നോക്കുക. താൻ ഒരു നോക്ക് കാണാൻ കഷ്ടപ്പെട്ടിരുന്ന് മടങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? തൻ്റെ മക്കൾ മരണപ്പെട്ടു, തൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു. ചിന്തിച്ചു നോക്കുക. ഒരു വിശ്വാസിക്കല്ലാതെ ഇതിൽ ക്ഷമ കൈക്കൊള്ളാനും ഇതിൽ പ്രതിഫലം ആഗ്രഹിക്കാനും വേറെ ആർക്കാ സാധിക്കുക? അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരവസ്ഥ എന്താണ്? അവർക്കൊന്നും ചിന്തിച്ചിട്ടും കാര്യമില്ല. അവരെന്താ വിശ്വസിക്കേണ്ടത്? അവർ നമ്മളെങ്ങനെയാണ് സമാധാനിപ്പിക്കുക? ചിന്തിച്ചു നോക്കുക. നിങ്ങൾ എങ്ങനെ ഒരു അവിശ്വാസം നമുക്ക് സമാധാനിപ്പിക്കാൻ പറ്റുക? റബ്ബില്ല എന്ന് പറയുന്ന ഒരാളെ നമുക്ക് എങ്ങനെ സമാധാനിപ്പിക്കാൻ പറ്റുക? അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം റബ്ബ് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾ ഈ പറയപ്പെട്ട വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ സഹോദരങ്ങൾ, നമ്മളുടെ ജീവിതത്തിന്റെ സ്വസ്ഥതയും സമാധാനവും വിവരിക്കാനാവും സാധിക്കാത്ത രൂപത്തിൽ അതിമനോഹരമായിരിക്കും. ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത രൂപത്തിൽ വലിയ സുഖവും സൗഖ്യവുമായിരിക്കും ഞാൻ നിങ്ങൾക്ക് അനുഭവിക്കുക. ശരിയായ വിശ്വാസമനുസരിച്ചാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കണമെങ്കിൽ എല്ലാ പ്രയാസത്തിലും ക്ഷമിക്കാൻ സാധിക്കുക. സന്തോഷം വന്നാൽ അമിതമായി സന്തോഷിക്കാതിരിക്കുക. അല്ലെ? സന്തോഷങ്ങൾ വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ താനും എന്തെങ്കിലും ഒരു മത്സരത്തിൽ ജയിച്ചു, ഒരു പരീക്ഷയിൽ ജയിച്ചു എന്ന് കാണുമ്പോഴേക്കും വലിയ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ച് ഹറാമായ സംഗീതവും ഹറാമായ കള്ളും ഹറാമായ നർത്തകിമാരും മ്യൂസിക്കും സകലവും വെച്ച് അടിച്ചു പൊളിക്കുമ്പോൾ ഈ മനുഷ്യൻ വിചാരിക്കണില്ല, ഒരു നിമിഷ നേരം മതി റബ്ബിനൊക്കെ തകർത്ത് കളയാം. അല്ലേ? പക്ഷെ വിശ്വാസി ചിന്തിക്കും. വിശ്വാസിക്കറിയാം റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷ നേരം വേണ്ട ഇതൊക്കെ ഇല്ലാതാക്കി കളയാം. അപ്പോൾ അമിതമായി അവൻ സന്തോഷിക്കൂല. അവന്റെ സന്തോഷങ്ങൾ എപ്പോഴും പാകത്തിന് കൃത്യതയോടുകൂടെ ആയിരിക്കും. അവന്റെ ദുഃഖങ്ങൾ എപ്പോഴും കൃത്യതയോടുകൂടെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഇത്തരത്തിൽ ഖദറിലുള്ള വിശ്വാസവും അതുപോലെ തന്നെ മറ്റ് നമ്മൾ ഇതിനു മുൻപ് ചർച്ച ചെയ്ത് പഠിച്ച മറ്റ് വിശ്വാസങ്ങളുമെല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. യാ ഗുലാം, അല്ലയോ പൊന്നുമകനെ, ഞാൻ നിനക്ക് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചുതരാം എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞ് അവസാനം പറഞ്ഞു കൊടുക്കുകയാണ്. അന്നൽ ഉമ്മ ലവിജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ബിശൈഇൻ ഇല്ലാ ഖദ് കതബഹു അല്ലാഹു ലക്. ഒരു സമുദായം മൊത്തം
നിനക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടിയാണ്. റബ്ബ് രേഖപ്പെടുത്തിയതല്ലാതെ നിനക്ക് ചെയ്യാൻ സാധിക്കില്ല. അല്ലേ? ചില പ്രയാസങ്ങളുണ്ടാവുമ്പോൾ, ആളുകൾക്കിടയിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകളുടെ സംസാരം പോകുന്നത് കേൾക്കുമ്പോൾ നമുക്ക് പ്രയാസം തോന്നും. വലിയ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടതിന് പകരം റബ്ബിനെ സംബന്ധിച്ച് സ്മരിക്കേണ്ടതിന് പകരം എന്താ സംസാരത്തിൽ വരുന്നത്? ഇതും നമ്മൾ തരണം ചെയ്യും, ഇതും നമ്മൾ മറികടക്കും. ആരുടെ കഴിവുണ്ട്? നമ്മുടെ കഴിവുണ്ട്, നമ്മളുടെ മികവുണ്ട്. നമ്മളിത് മറികടക്കും. അല്ലേ? നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കും, നമ്മൾ ഒറ്റക്കെട്ടായി ഇതിനെ മറികടക്കും. സഹോദരൻ, ഇതൊക്കെ സത്യത്തിൽ നമ്മളുടെ പരീക്ഷണങ്ങൾ വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. സത്യത്തിൽ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് വരുത്തുന്നതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. റബ്ബിനെ സംബന്ധിച്ച് ചിന്തിക്കാനാണ്, റബ്ബിലേക്ക് മടങ്ങാനാണ്. പക്ഷെ ആ സമയത്ത് നമ്മൾ കുഫ്രിന്റെ വർത്താനം പറഞ്ഞാൽ, മോശപ്പെട്ട സംസാരം ഉണ്ടായാൽ, അത് ലഭിച്ച ബലാഇനേക്കാൾ വലിയ പരീക്ഷണങ്ങളിലേക്ക് ഒരു വഴി മാറിപ്പോയേക്കാം. അതുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഇതുപോലെ തന്നെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നമുക്കെങ്ങാനും റബ്ബ് ഒരു ഉപദ്രവം വരുത്തി വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ഒരാൾക്കും ആ ഉപദ്രവത്തിൽ നമ്മൾ തടയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇത് നമ്മളുടെ വിശ്വാസമാണ്. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ജീവിതത്തിൽ വലിയ സന്തോഷം നൽകുന്ന, ആനന്ദം നൽകുന്ന നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനനുസരിച്ച് അവരുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അവനെ ഭയപ്പെടുകയും സൂക്ഷിക്കുകയും അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂടുവാനുള്ള സൗഭാഗ്യം എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മളുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവരുടെ ഖബറിടങ്ങൾ വിശാലമാക്കുകയും നമ്മോട് ഒരുമിച്ച് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മളിവിടെ ചെലവഴിച്ച നമ്മളുടെ സമയം, സമ്പത്ത്, നമ്മൾ ചെയ്ത മറ്റേത് തരത്തിലുള്ള കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ഏറ്റവും പ്രതിഫലാർഹമായ ഒരു സ്വാലിഹായ സൽക്കർമ്മമായി നമുക്ക് മാറ്റുകയും അതിന് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിനാ ഖുറത അയുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.